വാർത്ത ഇപ്പോൾ കോട്ടയം മുണ്ടക്കയത്ത് നിന്ന് വരുന്നുണ്ട്. റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരി കഴുകുമ്പോൾ നീല നിറമെന്ന് പരാതി. മുണ്ടക്കം ഏന്തയാർ സ്വദേശി ബിജു തോമസിനാണ് ഈ അനുഭവം ഉണ്ടായത്. സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ബിജു പരാതി നൽകി. ദൃശ്യങ്ങൾ കാണാം. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി. ലാൽ, ഇതെന്താണ്, മായമാണോ? മായമാണോ മന്ത്രമാണോ എന്നറിയില്ല. എന്തായാലും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരികളെല്ലാം ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും. ഏന്തയാർ അക്ഷയ സെന്ററിന് സമീപത്തുള്ള റേഷൻ കടയിൽ നിന്നാണ് ഇന്നലെ വൈകിട്ട് ഈ അരി വാങ്ങിക്കൊണ്ട് ബിജു വീട്ടിലെത്തുന്നത്. കഴുകുന്ന സമയത്താണ്, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതല്ലേ, നമ്മൾ ഈ വെള്ള തുണികളെല്ലാം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉജാല മുക്കിയെടുത്ത ആ വെള്ളത്തിൻ്റെ കളർ എങ്ങനെ ഉണ്ടാവുമോ ആ കളറിലേക്ക് ആയിട്ടുണ്ട്. കഴുകുന്തോറും നീല നിറം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ബിജു അത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് റേഷൻ കടയിൽ തന്നെ പോയിരുന്നു. റേഷൻ കട ചെന്ന സമയത്ത് റേഷൻ കടക്കാരൻ പറഞ്ഞത് അരി മാറ്റി നൽകാം എന്നുള്ളതാണ്. പക്ഷേ മാറ്റി നൽകുന്ന അരിയിലും ഇത് തന്നെയാണോ ഗതി എന്നറിയില്ലാത്തതുകൊണ്ട് അത്തരം ഒരു റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ബിജു ഏതായാലും തയ്യാറായില്ല. പക്ഷേ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് അധികൃതർക്ക് അതോടൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. റേഷൻ കടക്കാരൻ്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയല്ല എന്നുള്ളത് ബിജു അടക്കം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് സിവിൽ സപ്ലൈസ് കൊടുക്കുന്ന ഒരു അരിയിൽ അരി കഴുകുമ്പോൾ വാങ്ങിച്ച അരി വാങ്ങിയ മറ്റാർക്കെങ്കിലും ഈ പരാതിയുണ്ടോ? മറ്റൊന്ന്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനയ്ക്ക് എത്തിയോ? ഇതിൻ്റെ അതൊരു സാങ്കേതിക തടസ്സം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഉദ്യോഗസ്ഥരൊന്നും പരിശോധനയ്ക്ക് എത്തിയില്ല. കാരണം ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ തുടർ നടപടികൾ ഉണ്ടാകും എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് സിവിൽ സപ്ലൈസിന് ഗോഡൌൺ അടക്കം പരിശോധിക്കും എന്ന കാര്യം കൂടിയാണ് പറയുന്നത്. സമീപത്തുള്ള ആളുകളോട് ചോദിക്കുന്ന സമയത്ത് അവരാരും ഇത്തരത്തിലുള്ള കാര്യം സൂചിപ്പിച്ചിട്ടില്ല എന്ന കാര്യം ബിജു പറയുന്നുണ്ട്. പക്ഷേ അവരും ഇക്കാര്യം പരിശോധിക്കും. കാരണം അരിക്ക് വേറെ മണമോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് മേടിച്ച വഴി തന്നെ കഴുകുന്ന സമയത്താണെങ്കിൽ പോലും വേറെ ദുർഗന്ധങ്ങളോ അല്ലെങ്കിൽ മണത്തിലുള്ള വ്യത്യാസമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ബിജു സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കഴുകും തോറും കളർ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഭീതി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന തോതിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും 5 കിലോയ്ക്ക് മുകളിലുള്ള അരി ബിജുവിൻ്റെ കയ്യിലുണ്ട്. ഇത് എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ബിജുവിനും കൃത്യമായി ധാരണയില്ല. ഈ വകുപ്പ് തലത്തിലുള്ള ആളുകൾ ഇത് പരിശോധിച്ച് കൃത്യമായി നടപടി സ്വീകരിക്കണം. സാധാരണക്കാർക്ക് റേഷൻ കട വഴി കിട്ടുന്ന ഇത്തരം അരികളിൽ ഇത്തരത്തിൽ മായമുണ്ടോ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായൊരു ഉത്തരം പറയാൻ അധികൃതർ തയ്യാറാകണം എന്നുള്ളതാണ് ബിജുവിൻ്റെ ആവശ്യം. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികൃതർക്ക് എല്ലാവർക്കും ബിജു പരാതി നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.